ഹായ് ഫ്രണ്ട്സ്, UP വുഡ് ആർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് വീഡിയോയിലേക്ക്. ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഒരു ഫേസാണ് ചെയ്യുന്നത്. ഈ തിരുമേനിയുടെ ഫേസാണ് നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇതിൻ്റെ കുറച്ച് ടിപ്പുകൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ ഇതിൻ്റെ ഈ ഭാഗം ഉണ്ടോ, ഇതാണ് ലൈറ്റ് ആൻഡ് ഷെയ്ഡാണ് ഈ വീണിരിക്കുന്നത്. ഇതേ ഈ ഭാഗത്ത് ഇതിൻ്റെ ഈ ഷേപ്പ് വരുന്ന ചില ഭാഗങ്ങളാണ് ഈ ലൈറ്റ് ആൻഡ് ഷെയ്ഡ് ഉണ്ടോ. അതുപോലെ തന്നെ കിരിയുടെ ഈ ഭാഗങ്ങൾ, ഈ ഭാഗങ്ങൾ, ഇത് കിരിയിൽ ഇതുണ്ട്, ചെറുതായിട്ടൊരു ചെറിയൊരു വെട്ടുണ്ട്. ഇതുണ്ട് ഈ വെട്ട്. ഇതിൻ്റെ ഈ രൂപത്തിൻ്റെ ഒരു ഷേപ്പ് വരുന്ന പ്രധാന ഭാഗമാണ് ഇതുണ്ട്, ഈ ചെറിയ ഈ കിരിയുടെ ഈ വെട്ട്. നമുക്ക് കാണാൻ പറ്റും ഈ വെട്ട്. അതുപോലെ തന്നെ താടിയുടെ ഈ ഷെയ്ഡ്, ഈ ഭാഗത്തെ ഈ ഷെയ്ഡ്, അതുപോലെ തന്നെ ഈ ഷെയ്ഡ്. ഇങ്ങനെയുള്ള ഭാഗങ്ങളെല്ലാം നമുക്ക് ഡാർക്കാക്കി കൊടുക്കുമ്പോൾ ഈ ഷേപ്പ് നമുക്ക് കിട്ടും. പിന്നെ ഈ രൂപം ഇച്ചിരി തിരിഞ്ഞാണ് ഇരിക്കുന്നത്, ഇച്ചിരി ഒരു ഈ ഷേപ്പിലോട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഇതൊരു 3/4 ഇഞ്ച് പലകയാണ്. നമ്മൾ ഈ കനത്തിൽ വേണം നമുക്ക് ഈ ഷേപ്പ് കൊണ്ടുവരാനായിട്ട്. അപ്പോൾ ചെറിയൊരു നമ്മൾ ഷേപ്പ് തോന്നിക്കുന്ന പോലെ ചില ഭാഗങ്ങളൊക്കെ കൂടുതലായിട്ട് ഈ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ എടുക്കുമ്പം ഈ ഷേപ്പ് ഇങ്ങനെ വരും. അതുപോലെ തന്നെ കണ്ണാടി, ഇത് നമ്മൾ ആദ്യം ഇത് ഫ്രെയിം പണിത് പോകരുത്. അങ്ങനെ പോകുമ്പോൾ നമുക്ക് ചിലപ്പോൾ അടന്നു പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ഭാഗങ്ങളെല്ലാം പണിത് കഴിഞ്ഞിട്ട് ഈ കണ്ണാടി ഇതുപോലത്തെ ഒരു ഭാഗം നിർത്തിയിട്ട് വേണം നമുക്കിനി അകത്തേക്ക് പണിത് ഈ കണ്ണിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പം നമ്മൾ ഇത്തരം ഭാഗങ്ങളാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്ത് നിർത്തിയേക്കുന്നത്, ഈ രൂപത്തിൽ ചെയ്ത് നിർത്തിയേക്കുന്നത്. ഇതുപോലൊരു ഫോട്ടോ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ആദ്യമേ ഈ ഫോട്ടോ ശരിക്കും സ്റ്റഡി ചെയ്യണം. ഇതുപോലൊരു മൊബൈൽ ഫോൺ എടുത്ത് സൂം ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ കറക്റ്റായിട്ട് മനസ്സിലാവും. നമുക്കിനി ഈ രൂപം ചെയ്യാൻ ഉപയോഗിച്ച ഉളികളെ ഒന്ന് പരിചയപ്പെടാം. ഈ ഫേസ് ഇത്രയും ഭാഗം മാത്രം ചെയ്യാൻ ഉപയോഗിച്ച ഉളികളെ ഒന്ന് പരിചയപ്പെടാം. ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പം ഈ ഷേപ്പ് ഇത്ര ആക്കാനായിട്ട് ഉപയോഗിച്ച ഉളികളെയൊക്കെ ഒന്ന് നമുക്ക് പരിചയപ്പെടാം. നമ്മൾ ഈ ഉളി കൊണ്ടാണ് നമ്മൾ മൂക്കിൻ്റെ ഈ ഭാഗം കണ്ടോ, ഇവിടെ ഇങ്ങനെ കുത്തിയെടുത്തത് ഈ ഉളിയും കൊണ്ടാണ്. ഇത് ചെറിയൊരു കയറിങ് ആയിട്ടുള്ള അത് ചെറിയ ഉളിയാണ്. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ ഈ ഫേസ് ചെത്തിയെടുത്തത്, ഇങ്ങനെ ചെത്തിയെടുത്തത്, ഈ ഭാഗങ്ങളെല്ലാം നമ്മൾ ചെത്തിയെടുത്തത് ഈ ഉളിയും കൊണ്ടാണ്. ഇതിൻ്റെ സൈഡ് ചെറുതായിട്ടൊരു വളവുണ്ട്, പിന്നെ അകത്തേക്ക് ചെറുതായിട്ടൊരു കുഴിവും ആയിട്ടുള്ള ഒരു ഹാഫ് റൗണ്ടെന്ന് പറയാൻ പറ്റത്തില്ല, നേരെ തന്നെ ഇരുന്നിട്ട് ചെറിയൊരു വളവുള്ള ഒരു ഉളിയും കൊണ്ടാണ്. ഇതുകൊണ്ടാണ് നമ്മൾ ഈ ഫേസിൻ്റെ ഇവിടെയെല്ലാം ചെത്തിയെടുത്തത്. ഇത് കുറേശ്ശെ പതുക്കെ ചെത്തി പോവുക, നമ്മുടെ ഷേപ്പ് അനുസരിച്ച് ചെത്തി പോവുകയോ ചെയ്യാവുള്ളൂ. നമ്മൾ പെട്ടെന്ന് ചെത്തിപ്പോയി കഴിഞ്ഞാൽ നമുക്കിത് ആ ഒരു ഷേപ്പ് കിട്ടത്തില്ല. ഓക്കെ, അടുത്തത് നമ്മൾ കിരിയുടെ ഭാഗം ചെയ്തത്, എന്താ ഈ കുനിപ്പ് ചെയ്ത ഉളിയാണിത്. എല്ലാം ചെയ്തത് ഈ ഉളിയാണ്. ചെറിയൊരു വളവാണ് ഉളിക്ക്, അകത്തേക്ക് ചെറിയൊരു വളവ്. നമ്മുടെ കിരിയുടെ ഈ ഭാഗം കിരി ഇങ്ങനെ ചെത്തിയെടുത്തത് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്ന ഈ ഉളി കൊണ്ടാണ്. സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ചെറിയ ഉളി. ഒരു ഫേസ് പണിയാനുള്ള ഉളികളൊക്കെയാണ് ഏതൊക്കെയാണെന്നാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, ഈ ഭാഗം ചെയ്യാൻ ഉപയോഗിച്ച ഉളിയാണിത്. നല്ല ഫ്രണ്ടാണ് ഈ ഉളി. ഇവിടെ എല്ലാം ഈ ഉളി കൊണ്ടാണ് ചെയ്തത്.
നമ്മൾ താടി രോമങ്ങൾ ചെയ്യാനായിട്ട് ഈ ഉളി ഉപയോഗിക്കും. അത് നമ്മൾ കുറച്ചുകൂടെ ഷേപ്പ് നോക്കിയിട്ട് ഉപയോഗിക്കത്തുള്ളൂ. ഉണ്ടോ, അതിന് ഇത് കീച്ചുളിയാണ്. നമുക്ക് താടി രോമങ്ങളെല്ലാം ചെയ്യാൻ ഉപയോഗിക്കാം. ഇത്രയും ടൂൾസുകളാണ് നമ്മൾ ഈ രൂപം ഇവിടം വരെ ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതാണ്. ഇത്തരം ഭാഗങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കും. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്.